ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നേരം വെക്കോ ഇതട്ടോ. ഇറച്ചിയിൽ മുളകൊക്കെ പരത്തി വെച്ചതാണിത്. നമുക്കിങ്ങനെ ഇടാം. ഇങ്ങനെ കിടന്ന് വേവട്ടെ. ഉച്ചക്കലത്തേക്കുള്ള ചപ്പാടിൻ്റെ ഇറച്ചിയാണിത്. നമ്മളിപ്പുറത്തെ അടുപ്പത്ത് ഇതാ ചട്ടി വെച്ചിട്ടുണ്ട്. ലേശം വെളുത്തുള്ളി കുത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് വെളുത്തുള്ളി കുത്തിയിട്ട് എന്നിട്ട് നമുക്ക് പച്ചമുളക് ഒരു 5-8 മുളകുണ്ട്. ഇത് നടുക്ക് കീറിയിട്ട് ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. മുളകൊന്ന് ഇതിൽ കിടന്ന് പൊരിയട്ടെ കേട്ടോ. മുളക് ഇതിൽ കിടന്ന് പൊരിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നല്ലോണം പൊരിയട്ടെ. ഇന്നത്തെ നമ്മൾ ഉച്ചക്കലത്തെ കറിയാണ് കേട്ടോ. കറി വെച്ചാൽ വേറെ കറിയൊന്നും വെക്കുന്നില്ല. ഇനി ഈ കറി മതിയെന്ന് പറഞ്ഞു. കുട്ടികൾ ഇറച്ചി പൊരിച്ചതും ഇതും തൈരും മതിയായിരുന്നു. കരിവേപ്പിലിട്ട് കൊടുത്തു. മുളകൊന്ന് നല്ലോണം ഒന്ന് വാടിയാൽ നല്ല ടേസ്റ്റാണ്. ഒന്ന് പൊരിഞ്ഞെത്തിയാൽ നല്ല പൊരിയട്ടെ കേട്ടോ. ഇതില്ലേ, ഞാൻ എല്ലാ പൊടികളൊക്കെ ഇട്ടത് കാണിച്ചിന് കേട്ടോ. എനിക്ക് ഇത് ഓണാക്കാൻ മറന്നുപോയി മക്കളെ. അതുകൊണ്ട് ഇതൊക്കെയാണ്. ഇതിൽ മല്ലിപ്പൊടി, മുളകും പൊടി, ഉപ്പും കല്ല്, നല്ല ജീരകം വറുത്ത് പൊടിച്ചത്, ഇതെല്ലാം കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ഞാനിത് പൊടി തയ്യാറാക്കിയത്. പിന്നെ ആദ്യം പച്ചമുളക് ആക്കി ഞങ്ങൾ കണ്ടല്ലോ. ഒരു 1/4 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുള്ളൂ. ഇത് നല്ലോണം ഒന്ന് വെന്ത് കിട്ടട്ടെ കേട്ടോ. അടിപൊളിയായിട്ട് കാട്ടിനി മക്കളെ. മുളക് പൊടി അതും ഇതൊക്കെ വേറെ പാത്രത്തിൽ വെച്ചിട്ട് ഇത് ഓണാക്കാൻ മറന്നുപോയി. സോറി മക്കളെ. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് തക്കാളിക്കറി എല്ലാമെന്നല്ല. വിട്ടൊന്നും മോളെ. അതിന് നമുക്ക് ഇത്തിരി വെളുത്തുള്ളി കുത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കുത്തി പേസ്റ്റൊക്കെ ഞാനിത് കുഴച്ച് കൊടുത്തതാണ്. എന്നാലും നമുക്ക് ലേശം വെളുത്തുള്ളി കുത്തിയിട്ടാൽ നല്ലൊരു രസം ഉണ്ടാകും. എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക. ഞാൻ പിന്നെയും പറഞ്ഞാണ്. എന്നെ കളിയാക്കുന്നവരൊക്കെ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ ഇടുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എന്തെങ്കിലും കണ്ടൻറ്റ് നമ്മൾ ഇടണ്ടേ. അപ്പോൾ എല്ലാവരും സഹകരിക്കുക, കാണുക, ഹെൽപ്പ് ചെയ്യുക. ഞാനും എല്ലാവരും വീഡിയോസ് കാണാറുണ്ട്. അതുപോലെ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക. വീഡിയോസ് ഉള്ളവരും ഇല്ലാത്തവരുള്ളവർക്ക് പിന്നെയും കാണാൻ കഴിയില്ല. പല എല്ലാവർക്കും ചുറ്റുപാടുകളാണ്. ഇല്ലാത്തവരൊക്കെ കണ്ടിട്ടാണ് നമ്മളിത് മുന്നോട്ട് പോണത്. അതുപോലെ ഇനി ഇൻഷാ അല്ലാഹ് ഒഴിവുള്ളവരൊക്കെ കണ്ടിട്ട് നമ്മളെ മുന്നോട്ട് പോകാനുള്ള ഇത് നിങ്ങൾ സാഹചര്യം ഉണ്ടാക്കി തരണം. ഓക്കേ. നമുക്ക് തട്ടാക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മളെ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. തക്കാളിക്കറി നല്ലോണം ഉടക്കട്ടെ. തക്കാളി നല്ലോണം അങ്ങനെ ഉടച്ചെടുക്കണം കേട്ടോ. ഈ ജീരകം വറുത്ത് പൊടിച്ചിട്ടിട്ട് അത് ഇങ്ങനത്തെ കളറ് കേട്ടോ. നല്ല കളറില്ലേ, നല്ല മണം, നല്ല കളറ്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. അങ്ങനെ പറിച്ച് ഒന്നും കൂടെ വേവട്ടെ. ഇതൊക്കെ റെഡിയായി കേട്ടോ. ഇനി നമുക്കിതൊന്നും കാട്ടണ്ട. ഇതൊക്കെ റെഡിയായി. നല്ല കുറുങ്ങനുണ്ട് കറി. അടുപ്പ് ഓഫാക്കി. അങ്ങനെ നമ്മളിതാ കോഴി പൊരിച്ചതൊക്കെ റെഡി. തക്കാളിക്കറി റെഡി. ഇതാ ചോറൊക്കെ വിളമ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും. ഇത് തൈരാണ് കേട്ടോ. നല്ല അടിപൊളി തൈരാണ്. നമ്മൾ ലുലുമാൾ പോയപ്പോൾ വാങ്ങിയതാണ്. എന്തെങ്കിലും അവിടെ കാർത്തിക അല്ലേ, ലുലുമാളിൽ എപ്പോഴോ പോയി കാർത്തിക പോയപ്പോൾ വാങ്ങിയതാണ്. നല്ല തൈരാണ്. അതിൻ്റെ ചോറ് ഞാനൊരു കഷ്ണം ഇറച്ചി പൊരിച്ചെടുത്തിട്ടുള്ളൂ. ഞാൻ അധികം തിന്നലില്ല. നമ്മൾ പാത്തു ഇതാ തിന്നുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. നമ്മൾ പാത്തിരിക്കി. തൈരിട്ടില്ല അല്ലേ. തൈരെടുത്തോ കോരിട്ടോ. വൈരുന്നാ തിന്നോ. അത് നോട്ടെ. അങ്ങനെ ഉണ്ടടാ തക്കാളിക്കറി.
നമ്മൾ എത്രയോ അതിൽ തക്കാളി കറി വെച്ചിട്ടില്ലേ? വെക്കലേ ഇല്ലല്ലോ നമ്മൾ തക്കാളി കറി, എപ്പോഴോ മുന്നേ വെച്ചതാ അല്ലേ? ഇതിപ്പോൾ ഇന്നൊരു പൂതി എല്ലാവർക്കും കേട്ടോ തക്കാളി കറി ഉണ്ടാക്കാൻ. അങ്ങനെ വെച്ചാണ് ഒക്കെ ഉണ്ടാക്കി. റഹീം നല്ല അടിപൊളി. എല്ലാവരും ഒന്ന് ചില നേരം നമുക്ക് എളുപ്പപ്പണിക്ക് തക്കാളി ഇങ്ങനെ ഉണ്ടാക്കുക, കോഴിയോ മീനോ പൊരിക്കുക, അടിപൊളിയാണ്. എല്ലാവർക്കും സുഖം വിചാരിക്കണ്. എല്ലാവരും പൊടി എല്ലാവർക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.